ഇവിടെ ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് എന്നുള്ളത് ചിലയിടത്തൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? വിശുദ്ധ ഖുർആനിൽ എവിടെ വായിക്കണ്? സൂറത്തുൽ മുൽക്കിൽ എങ്ങനെയാണ്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്താ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ അല്ലേ? കബീർ. അവിടെ നോക്കി, റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ ഭയക്കുക അവർക്ക് മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം എന്നുള്ളതാണ്. കബീർ എന്നാണ്, കബീർ എന്ന് പറഞ്ഞത്. ഇതേപോലെ വേറൊരിടത്ത് ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. പിന്നെന്താണ്? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ സലീം ഉദ്ഖുലൂഹ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹ വലദൈന മസീദ്. അടാ അവിടെയൊക്കെ നോക്കി നിങ്ങൾ, ഇഹത്തിലും പരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള രക്ഷ അള്ളാഹു നിശ്ചയിച്ചതായിരിക്കാണ് അർറഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ ഖശിയത്തുള്ള ആളുകൾക്കാണ്. ഈ ഗൈബിലുള്ള ഖശിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ പ്രാധാന്യം ഒരു വിഷയമാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, നമ്മുടെ പുറംകണ്ണുകൊണ്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ അകക്കണ്ണ് കൊണ്ട് അള്ളാഹുവിനെ കാണുന്നു എന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഭയക്കുക, പേടിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ സിറായിട്ടുള്ള രഹസ്യമായിട്ടുള്ള അള്ളാഹിനെക്കുറിച്ചുള്ള പേടി. അതൊരു വലിയ മക്കാമാണ്, നമ്മുടെ ഈമാനിൽ ഒരു വലിയ മക്കാമാണ്. ആ ഒരു ഈ ഖശിയത്ത് നമ്മളിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. ഏതൊരു പോലീസ്, ഏതൊരു നിയമപാലകൻ, ഏതൊരു രക്ഷാധികാരി, അവരിൽ നിന്നൊക്കെ നമുക്ക് കണ്ണ് വെട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാനും ഒക്കെ അല്ലേ, കാണാനും കേൾക്കാനും ഒക്കെ അവസരം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്വഭാവം സാക്ഷാത്കരിച്ചാൽ, ഈ ഒരു വിശ്വാസം സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം സ്ഫുടമായിരിക്കും. നമ്മുടെ ജീവിതം മനസ്സിലായില്ലേ? ആരില്ലെങ്കിലും ആരുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം അത് വരും. ഇപ്പോൾ ഈ റഹ്മാനായ അള്ളാഹുവിലുള്ള ഗൈബിലുള്ള വിശ്വാസം സാക്ഷാത്കൃതമായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞത് മഗ്ഫിറത്തിൻ വഅജ്റിൻ കരീം, മഗ്ഫിറ വഅജ്റുൻ കബീർ. അതേപോലെ തന്നെ അവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉദ്ഖുലൂഹാ ബിസലാം ലഹും മാ യശാഊന ഫീഹ, സ്വർഗത്തിൽ അവർക്ക് അവരുദ്ദേശിക്കുന്നതുണ്ട്. വലദൈന മസീദ്, അള്ളാഹിൻ്റെ അടുക്കൽ അള്ളാഹിനെ കാണുക എന്നുള്ള മസീദ് അത് ഏറെയുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അത് പിന്നെ നമ്മളൊക്കെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ ഈ ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മളതിൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ സുഹൃത്ത് മറിയം അവിടെ സെൻട്രൽ ക്ലാസ് എടുത്തപ്പം പറഞ്ഞില്ലേ, ഈ അബൂ ജാഫർ മുഹമ്മദുൽ ബാഖിറിനോട് ചോദിച്ചൊരു സംഗതി. അബൂ ജാഫർ മുഹമ്മദുൽ ബാഖിർ, ഹുസൈൻ റളിയല്ലാഹു തആലാൻ്റെ പേരക്കുട്ടി, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ, അലി സൈനുൽ ആബിദീൻ്റെ മകനാണ് മുഹമ്മദുൽ ബാഖിർ. ഈ മുഹമ്മദുൽ ബാഖിർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആറാബി കൈഫ തഅബുദു ഷൈഅൻ ലം തറഹു, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ ആരാധിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഗതി എങ്ങനെ ആരാധിക്കും എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദുൽ ബാഖിർ അയാളോട് ചോദിക്കുകയാണ്, കൈഫ അഅബുദു ഷൈഅൻ ലം അറഹു, ഞാൻ കാണാത്ത ഒന്നിനെ ഞാൻ എങ്ങനെ ആരാധിക്കും? ഞാൻ കാണാത്ത ഒന്നിനെ ഞാൻ എങ്ങനെ ആരാധിക്കും? അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ അള്ളാഹിനെ, കൈഫ റഅയ്തഹു, നിങ്ങൾ അള്ളാഹിനെ എങ്ങനെയാണ് കണ്ടത്? അറാബി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മുഹമ്മദുൽ ബാഖിർ പറയാണ്, ലം തറഹുൽ അബ്സാറു ബിമുശാഹദത്തിൽ ഉയാൻ വലാകിൻ റഅതുൽ ഖുലൂബു ബിഹഖായിഖിൽ ഈമാൻ. കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് ദൃഷ്ടികൾ അള്ളാഹിനെ കണ്ടിട്ടില്ല, പക്ഷേ ഈമാൻ്റെ സാക്ഷാത്കാരങ്ങളിലൂടെ ഖൽബ് ആരെ കണ്ടിട്ടുണ്ട്? അള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഖൽബ് അള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അത് ഹഖായിഖുൽ ഈമാനിലൂടെയാണ്. എന്നിട്ട് പറയാണ് അദ്ദേഹം, ബാന മിനൽ അഷ്യാഇ വബാനത് മിൻഹുൽ അഷ്യ ലാ യുഖാസു ബിന്നാസ് വലാ യുദ്റകു ബിൽ ഹവാസ് ലൈസ കമിസ്ലിഹി ഷൈഉൻ ദാലിക അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു എന്നാണ്. അതെന്താ? ബാന മിനൽ അഷ്യ, കണ്ണിൻ്റെ കാഴ്ചയില്ലെങ്കിലും ഖൽബിൻ്റെ കാഴ്ചയിൽ അള്ളാഹിനെ കണ്ടപ്പോൾ ബാന മിനൽ അഷ്യ, അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് വേർപെട്ടാണ്. അള്ളാഹു വേറെ, സൃഷ്ടികൾ വേറെ. വബാനത് മിൻഹുൽ അഷ്യ, സൃഷ്ടികളും അള്ളാഹുവിൽ നിന്ന് വേർപെട്ടാണ്. സൃഷ്ടികൾ വേറെ, സൃഷ്ടാവ് വേറെ. ലാ യുഖാസു ബിന്നാസ്, അള്ളാഹിനെ ജനങ്ങളോട് താരതമ്യപ്പെടുത്താവതല്ല. വലാ യുദ്റകു ബിൽ ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അള്ളാഹു പ്രാപ്യവുമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ യാതൊന്നും ഇല്ല. ദാലിക അല്ലാഹ്, അതാണ് അള്ളാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അറാബിയോട് ഈ അബൂ ജാഫർ മുഹമ്മദുൽ ബാഖിർ
പറഞ്ഞു എന്നാണ്. ഇവിടെ ഈ ഒരു സാക്ഷാത്കാരം കൽബ് കൊണ്ട് ഈമാൻ്റെ സാക്ഷാത്കാരങ്ങളിലൂടെ അള്ളാഹിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണ് എന്തുണ്ടാവുക? റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ അള്ളാഹിനെ നമ്മൾ കാണാതെ, അള്ളാഹുവിലേക്ക് നമ്മൾ നോക്കാതെ അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു മക്കാം അവസ്ഥ നമുക്കുണ്ടാകുക. ആ അവസ്ഥ സാക്ഷാത്കൃതമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനാലുള്ള ഫലം നമുക്ക് ഇഹത്തിലും പരത്തിലൊക്കെ ലഭ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം.